നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് യാത്രകളും ജാഥകളുമായി ഇപ്പോൾ മുന്നണികളും സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് പിണറായി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നേരത്തെ രാജു അപ്സര രംഗത്തെത്തിയത്. വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റാണ്. പക്ഷേ രാജു അപ്സരയുടെ പ്രസ്താവനയെ തള്ളി ഇപ്പോൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകോപന സമിതി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്ന വാദം മാധ്യമ അജണ്ടയാണ്. സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിക്കില്ല. സംഘടനയുടെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകില്ലെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥികളായി വന്നാൽ പിന്തുണയ്ക്കുമെന്നും ദേവസ്യ മേച്ചേരി മീഡിയ വണിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജു അപ്സര നടത്തിയ ഒരു പ്രസ്താവന അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി നീങ്ങുന്നത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദേവസ്യ മേച്ചേരി നമ്മോടൊപ്പം ചേരുകയാണ്. ഇതിപ്പോൾ രാജു അപ്സരയുടെ പ്രസ്താവന വലിയ തരത്തിൽ ഇടതുപക്ഷ വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്ക് അനുകൂലമാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നുള്ള തരത്തിലാണ്. അങ്ങനൊരു നിലപാട് സംഘടനക്കുണ്ടോ? വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര സംസ്ഥാന ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകമായ മമതയോ വിദ്വേഷമോ പകയോ ഇല്ല. രാജ്യത്ത് അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുകിട വ്യാപാര മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളൊക്കെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ വളർത്താൻ കേരളത്തിലും ഇന്ത്യയിലും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ടേക്ക് വന്നിട്ടില്ല. ഒരു ജനപ്രതിനിധിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റാരുടെയും തന്നെ യാതൊരു വിധത്തിലുള്ള പിന്തുണ കൊണ്ടല്ല ഈ സംഘടന വളർന്നിട്ടുള്ളത്. ഈ സംഘടനയുടെ വളർച്ച എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി തൻ്റെ തൊഴിലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള വ്യാപാരികളുടെ പിൻബലമാണ് ഈ സംഘടനയുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പം നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യാപാര മേഖലയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും പ്രത്യേകമായി പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഏകോപന സമിതി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. കക്ഷികളുടെ UDF-ൻ്റെയോ LDF-ൻ്റെയോ NDF-ൻ്റെയോ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയും അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി അവർ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. അവർ ചർച്ച ചെയ്യപ്പെടുന്ന മുറയ്ക്ക് വ്യാപാര സമൂഹത്തിൻ്റെ പുരോഗതിക്കുതകുന്ന പദ്ധതികൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിക്കുന്നതിന് അനുസരിച്ച് വ്യാപാരി പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ആരെ പിന്തുണയ്ക്കണം ആരെ പിന്തുണയ്ക്കേണ്ട എന്ന് സംഘടന തീരുമാനിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വടേർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ വൺ, കണ്ണൂർ. കൂടുതൽ വിവരങ്ങളുമായി ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ്. ബിജീഷ, രാജു അപ്സര സർക്കാരിന് അനുകൂലമായി പ്രതികരിച്ചതും പിന്തുണച്ചതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ അത് രാജു അപ്സരയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ ഒരു സർക്കാർ അനുകൂല സമീപനം വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കില്ല എന്നാണോ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്? ദിവ്യ, ഇതിനകത്ത് രാജു അപ്സരയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നില്ല. രാജു അപ്സരയുടെ വാക്കുകളെ വളച്ചൊടിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തലാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഏകോപന സമിതി ജനറൽ സെക്രട്ടറി പറയുന്നത്. നേരത്തെ അദ്ദേഹം ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് കാലത്തും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ലൈസൻസ് ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ വ്യാപാരികൾക്ക് അനുകൂലമായല്ല നീങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
കോവിഡ് കാലത്ത് ഓൺലൈൻ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ഒപ്പം തന്നെ അതിനകത്ത് പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ നിയന്ത്രണങ്ങളുടെയും മറ്റും ഇതിന്റെ പേരിൽ വ്യാപാരികളെ വലിയ തരത്തിൽ ദ്രോഹിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതികരണം വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. അല്ലെങ്കിൽ അതിന് സർക്കാരിനോട് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്ന സമീപനം വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് ദേവസ്യം യെച്ചൂരി പറയുന്നത്. ഒപ്പം തന്നെ ലൈസൻസ് ഫീ ഇനത്തിൽ വലിയ തരത്തിലുള്ള വർധനവ് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു നിലപാട് പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായി. അതും ഒരു വ്യാപാരികൾക്ക് ഈ സർക്കാരിനോടുള്ള അനുകൂല സമീപനമില്ലാത്തതിന്റെ ഒരു തെളിവായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെടാൻ തയ്യാറല്ല, ഏകപക്ഷീയമായി ആർക്കെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടില്ല എന്ന് പറയുമ്പോൾ രാജു അപ്സര നടത്തിയ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടിനെ അദ്ദേഹം പൂർണ്ണമായി തള്ളുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു മറ്റു കാര്യം കൂടിയുണ്ട്. വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നുള്ള പേരിൽ ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. പക്ഷേ വ്യാപാരികളുടെ മേഖലയിൽ നിന്ന് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആരെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു കക്ഷികൾ സ്ഥാനാർത്ഥിയായി നിർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് അവരെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് വ്യാപാര വ്യവസായ ഏകോപന സമിതി കൈക്കൊള്ളും എന്നുള്ളതാണ്. അത് ഏത് കക്ഷി എന്നുള്ളതൊന്നും ഈ ഘട്ടത്തിലില്ല. അങ്ങനെ കക്ഷികളെ ആരെങ്കിലും വ്യാപാരികളുടെ ഭാഗത്തുള്ള ഒരാൾക്ക് പ്രാതിനിധ്യം നൽകിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി രംഗത്തിറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണ്. ആ ഘട്ടത്തിൽ മാനിഫെസ്റ്റോ പുറത്തിറക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും മുന്നണികളോ അല്ലെങ്കിൽ കക്ഷികളോ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കും അവരുന്നയിക്കുന്ന അവരുടെ നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്തരക്കാരെ കൂടി പിന്തുണക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യം വരും. അതല്ലാതെ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊരു നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിക്കില്ല. രാജു അപ്സര പറഞ്ഞ വാക്കുകളെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജു അപ്സരയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു നിലപാടാണ് ദേവസ്യം യെച്ചൂരി മാധ്യമങ്ങൾക്ക്. പൂർണ്ണമായും രാജു അപ്സരയെ തള്ളുന്നില്ല മറ്റുള്ളവർ എന്നത് തന്നെയാണ്. രാജു അപ്സരയുടെ പ്രതികരണത്തെ വളച്ചൊടിച്ചു, അതൊരു മാധ്യമ അജണ്ടയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ദേവസ്യം യെച്ചൂരി. വിശദാംശങ്ങളാണ് ബിജിഷ് ഗോവിന്ദൻ നൽകിയത്.